ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ രണ്ടാമത്തെ യൂണിറ്റിലെ പോം ബ്ലോയിങ് ഇൻ ദ വിൻഡ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് പോയറ്റിക് ഡിവൈസുകളൊന്നും ഇല്ലാത്ത ഒരു പോം ഈ വീഡിയോയില് നമ്മളത് ഗംഭീരമായി പഠിച്ചു തീർക്കുന്നു. ആദ്യം ആലോചിക്കേണ്ട കാര്യം, ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞ പോം ആരെ എഴുതിയിട്ടുള്ളത്? ബോബ് ഡിലൻ ആണ്. ബോബ് ഡിലനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഇത്രേ ഉള്ളൂ. ബോബ് ഡിലൻ ഈസ് an അമേരിക്കൻ സിംഗർ ആൻഡ് സോങ് റൈറ്റർ. ബോബ് ഡിലൻ ഈസ് an അമേരിക്കൻ സിംഗർ ആൻഡ് സോങ് റൈറ്റർ. രണ്ടാമത്തെ കാര്യം, നമ്മൾ പഠിച്ച 4 പോംസും കവിതകളായിരുന്നു അല്ലെങ്കിൽ പോംസ് ആയിരുന്നു. ശരി, അതിന്റെ മലയാളമാണ് കവിത. പക്ഷേ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത് ഒരു സോങ് ആണ്, ഒരു ഗീതമാണ് അല്ലെങ്കിൽ ഒരു ഗാനമാണ്. എന്ത് തരത്തിലുള്ള സോങ് ആണ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, സാർ ഇതൊരു പ്രൊട്ടസ്റ്റ് സോങ് ആണ്. എന്ത് സോങ് ആണ്? പ്രൊട്ടസ്റ്റ് സോങ് അല്ലെങ്കിൽ പ്രതിഷേധ ഗാനമാണ്. 1960കളിൽ 1960s അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെ, ഓർമ്മിച്ചു വെച്ചോ, എഴുതാവുന്നവർക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെ ആന്തമായിട്ട്, അവരുടെ ഒഫീഷ്യൽ സോങ് ആയിട്ട് കൺസിഡർ ചെയ്ത ഒരു സോങ് ആണ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് സോങ്ങിലേക്ക് കിടക്കുകയാണ്. ഈ സോങ്ങിനെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു: 6 + 2 + 6 + 2 + 6 + 2. എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നോക്കൂ, നിങ്ങൾക്ക് കാണാം ഓരോ സ്റ്റാൻസയിലും 6 വരികളുണ്ട്. എത്ര വരികളുണ്ട്? 6 വരികളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 2 വരിയുണ്ട്. അടുത്ത സ്റ്റാൻസയിൽ 6 വരിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു 2 വരിയുണ്ട്. തൊട്ടടുത്ത സ്റ്റാൻസയിൽ 6 വരി, അത് കഴിഞ്ഞിട്ട് 2 വരി. ഇങ്ങനെയാണ് ഈ പോം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്, ഈ സോങ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതായത് ഈ 6 വരി എന്ന് പറഞ്ഞാൽ 3 ക്വസ്റ്റ്യൻസ് ആണ്. 6 വരി എന്ന് പറഞ്ഞാൽ 3 ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻസയില് 3 ചോദ്യങ്ങളുണ്ട്. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെയുള്ള 3 സ്റ്റാൻസാസ് എന്ന് പറഞ്ഞാൽ ഈ സോങ് എന്ന് പറയുന്നത് 9 ക്വസ്റ്റ്യൻസ് ആണ്. എത്ര ക്വസ്റ്റ്യൻസ് ആണ്? 9 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ 3 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴും ഒരു ഉത്തരം പറയുന്നുണ്ട് നമ്മുടെ പോയറ്റ് ബോബ് ഡിലൻ. അതിനെ നമ്മൾ റെഫ്രെയിൻ എന്ന് വിളിക്കും. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണ്? ഈ കാര്യം മനസ്സിലായല്ലോ? അപ്പൊ ആദ്യത്തെ 6 വരി എന്ന് പറയുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ 2 വരിയും ഓരോ ചോദ്യമാണ്. ആദ്യത്തെ 2 വരി: How many roads must a man walk down before you call him a man? നിങ്ങൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുക, ഇതൊരു പ്രൊട്ടസ്റ്റ് സോങ് ആണ്, ഇതൊരു പ്രതിഷേധ ഗാനമാണ്. ഇവിടെ കവി അല്ലെങ്കിൽ നിങ്ങളുടെ ബോബ് ഡിലൻ എന്ന് പറഞ്ഞ സിംഗർ ചോദിക്കുന്നു, How many roads must a man walk down before you call him a man? ഒരാളെ നിങ്ങൾ മനുഷ്യൻ എന്ന് വിളിക്കുന്നതിന് മുമ്പ്, അയാളെ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നതിന് മുമ്പ്, How many roads must a man walk down? ഒരു മനുഷ്യൻ എത്ര വഴികൾ, എത്ര കാതങ്ങൾ നടന്നു തീർക്കണം? സോ അവിടെ ഒരു പ്രശ്നമുണ്ട് വർമ്മ സാറേ. ഇവിടെ റോഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവുണ്ടോ? ഓപ്ഷൻ എ 2 കിലോമീറ്റർ, ഓപ്ഷൻ ബി 4 കിലോമീറ്റർ. അല്ല, റോഡ്സ് എന്ന് പറയുന്നത് കൃത്യമായി ഓർമ്മിച്ചു വെക്കുക, അതൊരു സിമ്പിൾ ആണ്, അതൊരു പ്രതീകമാണ്. എന്തിന്റെ സിമ്പിൾ ആണ് റോഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെച്ചോ, റോഡ്സ് ആർ ദ സിമ്പിൾ ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസസ്. സോ ചോദ്യം ഇതാണ്, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എത്ര അനുഭവിച്ചാലാണ് നിങ്ങൾ അവനെ ഒരു മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യാൻ? കാരണം ഈ ലോകത്ത് പല മനുഷ്യരെയും നമ്മൾ മനുഷ്യരായിട്ട് എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. വി ആർ നോട്ട് കൺസിഡറിങ് ദം ആസ് ഹ്യൂമൻ ബീയിങ്സ്. സോ ചോദ്യം ഇതാണ്, എത്ര കാതങ്ങൾ, എത്ര എക്സ്പീരിയൻസ് നേടിയാലാണ് നിങ്ങൾ ഒരു ദിവസമെങ്കിലും അവരെ മനുഷ്യരായിട്ട് കൺസിഡർ ചെയ്യുക? ചോദ്യം നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2: How many seas must a white dove sail before she sleeps in the sand? വൈറ്റ് ഡോവ് എന്ന് പറയുന്നത്, വെള്ളരിപ്രാവുകൾ എന്ന് പറയുന്നത് എന്തിന്റെ സിമ്പിൾ ആണ്? വേൾഡ് പീസിന്റെ സിമ്പിൾ ആണ്, ലോക സമാധാനത്തിന്റെ സിമ്പിൾ ആണ്. സോ ഇവിടെ റോഡ്സ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആയിരുന്നു, വൈറ്റ് ഡോവ് വേൾഡ് പീസ് ആണ്. ചോദ്യം എന്താണ്? How many seas must a white dove sail? എത്ര സമുദ്രങ്ങൾ ഒരു വെള്ളരിപ്രാവ് താണ്ടണം, കടന്നു പോകണം? Before she sleeps in the sand, അവള് സാൻഡിൽ, മണൽത്തരികളിൽ റെസ്റ്റ് എടുക്കുന്നത് വരെ. എന്ന് പറഞ്ഞാൽ അത് ലിറ്ററൽ മീനിങ് ആണോ? അല്ല. ചോദ്യം എന്താണ്? എപ്പോഴാണ് നമ്മൾ ലോക സമാധാനം, വേൾഡ് പീസ് അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ചോദ്യം. 3ാമത്തെ ക്വസ്റ്റ്യൻ: Yes, and how many times must the cannon balls fly? എത്ര തവണ
പീരങ്കിയുണ്ടകൾ പറക്കണം. Cannon balls fly before they are forever banned. അവ എന്നേക്കുമായി ബാൻ ചെയ്യുന്നതിന് മുമ്പ്, അവ എന്നേക്കുമായി നിരോധിക്കുന്നതിന് മുമ്പ്, അവ എന്നേക്കുമായി പ്രൊഹിബിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എത്ര തവണ പീരങ്കിയുണ്ടകൾ കാനൺ ബോൾസ് പറക്കണം? അവിടെയും കാനൺ ബോൾസ് എന്നുള്ളത് ഒരു സിമ്പിൾ ആണ്. എന്തിന്റെ സിമ്പിൾ ആണ്? വാർ ആൻഡ് വയലൻസ്. എന്തിന്റെ സിമ്പിൾ ആണ്? വാർ ആൻഡ് വയലൻസ്. വാറിന്റെയും വയലൻസിന്റെയും സിമ്പിൾ ആണ് കാനൺ ബോൾ. സോ 3 ചോദ്യങ്ങളാണ് ആദ്യത്തെ സ്റ്റാൻസയിൽ കവി ചോദിക്കുന്നത്. എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾ ഒരു മനുഷ്യൻ എന്ന് കരുതുക? എപ്പോഴാണ് നമ്മൾ വേൾഡ് പീസ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്? എപ്പോഴാണ് വയലൻസും വാറും ഒക്കെ ഫോറെവർ എന്നേക്കുമായി നിരോധിക്കാൻ പോകുന്നത്? ഈ ചോദ്യത്തിനൊക്കെ ഉത്തരമായിട്ട് കവി പറയുന്നു, The answer, my friend, is blowing in the wind. The answer is blowing in the wind. ഈ ചോദ്യത്തിനൊന്നും കൃത്യമായ ഉത്തരം ബോബ് ഡിലൻ കൊടുക്കുന്നില്ല. Instead he says, the answer, my friend, എന്റെ സുഹൃത്തെ, ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉത്തരം is blowing in the wind. കാറ്റിൽ പറക്കുന്നുണ്ട്. The answer is blowing in the wind എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റുമുണ്ട്. You are not ready to accept it, or you are not ready to look into the answer. നിങ്ങൾ ആ ഉത്തരങ്ങളിലേക്ക് നോക്കാൻ നിങ്ങളുടെ കാതുകളും നിങ്ങളുടെ ചെവികളും ഒന്നും കൂർപ്പിച്ച് തയ്യാറാവുന്നില്ല. You are not ready to accept, or you are not ready to look into the people around you and their problems. അവരുടെ പ്രശ്നങ്ങള്, അവരുടെ പോരാട്ടങ്ങള്, ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല. പക്ഷെ ആ ഉത്തരങ്ങളൊക്കെ, ഞാൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എവിടെയുണ്ട്? The answer, my friend, is blowing in the wind. The answer is blowing in the wind. ഇത്തരം ചോദ്യങ്ങൾ നോക്കൂ. 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. 6 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ നമുക്ക് എ എന്നോ ബി എന്നോ പറഞ്ഞ് അടയാളപ്പെടുത്തി വെക്കാൻ പറ്റില്ല. ഈ ചോദ്യങ്ങളൊന്നും നിങ്ങളോട് ചോദിച്ചത് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച ദീസ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് ടു മേക്ക് യു തിങ്ക്, നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഉത്തരം ലഭിക്കാനല്ലാതെ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളെ നമ്മൾ റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കും. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പറഞ്ഞു 6 വരി 3 ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 9 ക്വസ്റ്റ്യൻസും റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതിനൊക്കെയുള്ള ഉത്തരം കാറ്റിൽ പറക്കുന്നു എന്ന് കവി പറയുന്നു. എന്ന് പറഞ്ഞാൽ ഉത്തരം നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങളത് കാണാൻ തയ്യാറാവുന്നില്ല എന്നർത്ഥം. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പോവാം. അടുത്ത സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ അഗെയിൻ 3 ക്വസ്റ്റ്യൻസ് ആണ്, 6 ലൈൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് 2 ലൈൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിന് നമ്മൾ എന്താ പറയാന്ന് ഇപ്പൊ പറയാം. നോക്കൂ. Yes, and how many years must a mountain exist before it is washed to the sea? ചോദ്യം എന്താണ്? ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് എ മൗണ്ടെയിൻ എക്സിസ്റ്റ്? ഇതൊക്കെ സിമ്പിൾസ് ആണ്. ഇവിടെ മൗണ്ടെയിൻ എന്ന് പറയുന്നത് പവർ ഓഫ് ഒപ്രസീവ് റൂളേഴ്സ് ആണ്. എന്താണ്? പവർ ഓഫ് ഒപ്രസീവ് റൂളേഴ്സ്, അടിച്ചമർത്തുന്ന അധികാരികളുടെ പവറാണ് എന്ത്? മൗണ്ടെയിൻ എന്ന് പറയുന്നത്. അതുപോലെ സീ എന്ന് പറയുന്നത് ആളുകളുടെ പ്രതിഷേധമാണ്, പീപ്പിൾസ് പ്രൊട്ടസ്റ്റ് ആണ്. പഠിച്ചു വെക്കണം. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് ദ മൗണ്ടെയിൻ എക്സിസ്റ്റ്? എത്ര വർഷം ഒരു പർവ്വതത്തിന് ഇങ്ങനെ കുലുങ്ങാതെ നിൽക്കാൻ പറ്റും? എത്ര വർഷം ഈ അധികാരികൾക്ക്, ഒപ്രസീവ് റൂളേഴ്സിന് ഇങ്ങനെ നിൽക്കാൻ പറ്റും? എപ്പോ വരെ? ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദ സീ. അതിനെ ഒരു നാൾ വാഷ്ഡ് ടു ദ സീ, അതിനെ കടലെടുക്കും. അതിനെ പുറത്ത് ഇരമ്പുന്ന ആളുകളുടെ പ്രൊട്ടസ്റ്റ്, ആളുകളുടെ പ്രതിഷേധം കൊണ്ടുപോകുന്നത് വരെ, അതുവരെയല്ല നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. സോ എത്ര വർഷം ആ മൗണ്ടെയിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും? ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ? കുറെ മനുഷ്യന്മാരുണ്ട്, ഫ്രീഡം ഇല്ലാത്ത, ഒരു റൈറ്റ്സും ഇല്ലാത്ത കുറെ മനുഷ്യന്മാരുണ്ട്, അടിമകളുണ്ട്, സ്ലേവ്സ് ഉണ്ട്. അവരോടാണ് ചോദ്യം. ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ്? എത്ര കാലം കുറച്ച് പേർക്ക് നിലനിൽക്കാൻ പറ്റും, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും? ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ. അവർക്ക് ഒരു ദിവസം ഒരിക്കൽ നിങ്ങൾ എന്ത് അനുവദിക്കേണ്ടി വരും? ഫ്രീഡം, സ്വാതന്ത്ര്യം അനുവദിക്കേണ്ടി വരും. അതിനു മുമ്പ് എത്ര കാലം എന്നുള്ളതാണ് ചോദ്യം. And how many times can a man turn his head and pretend that he just doesn't see? നോക്കൂ, pretend എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് നമുക്കറിയാം. pretend എന്ന് പറഞ്ഞാൽ നടിക്കുക എന്നാണ്.
എന്താണ്? അഭിനയിക്കുക, ആക്ട് ചെയ്യുക എന്നാണ് പ്രിറ്റൻഡിന്റെ മീനിങ്. സോ നിങ്ങളോടാണ് ചോദ്യം, ഞാൻ ഉൾപ്പെടെ ഉള്ള സൊസൈറ്റിയോടാണ് ചോദ്യം. ഹൗ മെനി ടൈംസ് ക്യാൻ എ മാൻ ടേൺ ഹിസ് ഹെഡ്? എത്ര തവണ നിങ്ങൾക്ക് നിങ്ങളുടെ തല തിരിക്കാൻ പറ്റും? ടേൺ ഹിസ് ഹെഡ് ആൻഡ് പ്രിറ്റൻഡ് ദാറ്റ് യു ജസ്റ്റ് ഡസന്റ് സീ, പ്രിറ്റൻഡ് ദാറ്റ് ഹി ജസ്റ്റ് ഡസന്റ് സീ. നിങ്ങളൊന്നും കണ്ടില്ല, നിങ്ങളൊന്നും കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും? സോ ദ പോയറ്റ് ഓർ ദ സിംഗർ ബോബ് ഡിലൻ ഈസ് urging the people, ആളുകളെ പ്രേരിപ്പിക്കുകയാണ്. എന്തിനാ? ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്. നിങ്ങളുടെ ചുറ്റും അനീതി നടക്കുന്നുണ്ട്, ഇൻജസ്റ്റിസ് നടക്കുന്നുണ്ട്, ബട്ട് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് അബൌട്ട് ദാറ്റ്. എത്ര കാലം നിങ്ങൾക്കൊന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണുകളടച്ച് കാതുകളടച്ച് അഭിനയിക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അതിനുശേഷം ബോബ് ഡിലൻ പറയുന്നു, ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഇതിന്റെ ഒക്കെ ഉത്തരങ്ങളാ കാറ്റിൽ പറക്കുന്നുണ്ട്, ഇതിന്റെ ഒക്കെ ഉത്തരങ്ങളാ നിങ്ങളുടെ ചുറ്റുമുണ്ട്, ബട്ട് യു ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. നിങ്ങൾ ആ ഉത്തരം കണ്ടെത്താൻ, നിങ്ങൾ ആ ഉത്തരത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. സോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ 2 ലൈൻസ് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നു. അങ്ങനെ ഒരു കവിതയില് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലൈൻസിനെയോ ഫ്രേസസിനെയോ നമ്മൾ റിഫ്രെയിൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? റിഫ്രെയിൻ എന്ന് വിളിക്കും. സോ ഈ കവിതയിലെ പ്രധാനപ്പെട്ട 2ാമത്തെ ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഇത്, റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഈ സ്റ്റാൻസയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദാറ്റ് ബ്രിങ്സ് us to the last stanza of the poem. എങ്ങനെയാണ്? Yes, then how many times must a man look up before he can see the sky? നോക്കൂ, ഇവിടെ സ്കൈ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആണ്. സ്കൈ എന്ന് പറയുന്നത് ബൗണ്ട്ലെസ് ഫ്രീഡത്തിന്റെ സിമ്പിൾ ആണ്. അതായത് അതിർവരമ്പുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ സിമ്പിൾ ആണ് ഇത് സ്കൈ എന്ന് പറയുന്നത്. സോ ചോദ്യം എന്താണ്? ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ലുക്ക് അപ്പ്? എത്ര തവണ ഒരു മനുഷ്യന് മുകളിലോട്ട് നോക്കേണ്ടി വരും? ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ, ബിഫോർ ഹി ക്യാൻ എൻജോയ് ദ ബൗണ്ട്ലെസ് ഫ്രീഡം. സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് എത്ര തവണ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. And how many years must one man have before he can hear people cry? എന്തൊരു ചോദ്യമാണത് നോക്കൂ. How many years must a man have? ഒരു മനുഷ്യന് എത്ര ചെവികൾ വേണം? Before he can hear people cry. എടാ, നിന്റെ ചുറ്റും ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, യുദ്ധത്തില് കലാപത്തില് വേദനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, but you are not listening to the plight of your fellow beings. You are not listening to the cries of your fellow beings. അങ്ങനെയുള്ള മനുഷ്യരോട്, തന്റെ സഹജീവികളോട്, ഒരു ദയവില്ലാത്ത മനുഷ്യരോട് ബോബ് ഡിലൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര ചെവികൾ വേണം? എന്തിനു മുമ്പ്? ബിഫോർ ഹി ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ. ആളുകള്, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ കരയുന്നുണ്ട്, അത് കേൾക്കാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര ചെവികൾ വേണം? എപ്പോഴാണ് നിങ്ങൾ ഇത് കേൾക്കുക? യെസ്, ആൻഡ് ഹൗ മെനി ഡെത്ത്സ് വിൽ ഇറ്റ് ടേക്ക്? എത്ര മരണങ്ങൾ എടുക്കും? ഹൗ മെനി ഡെത്ത്സ് വിൽ ഇറ്റ് ടേക്ക് till he knows that too many people have died? നോക്കടാ, നിങ്ങളുടെ ചുറ്റും ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നുണ്ട്. People are dying around you, but you are not seeing it. നിങ്ങളിത് കാണുന്നില്ല. You are not listening to their cries. അപ്പൊ ചോദ്യം ഇതാണ്, how many deaths will it take? എത്ര മരണങ്ങൾ എടുക്കും? 1000, 10000, 1,00,000? എത്ര ആളുകൾ മരിച്ചാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക that too many people have died? ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചോദ്യം. വീണ്ടും ബോബ് ഡിലൻ പറയുന്നു, the answer my friend is blowing in the wind. The answer is blowing in the wind. ഇതിന്റെയൊക്കെ ഉത്തരം എവിടെയുണ്ടാ? നിങ്ങൾക്ക് ചുറ്റുമുണ്ടാ. നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാത് കൂർപ്പിച്ച് കേട്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് ആ ഇൻജസ്റ്റിസിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇറ്റ് ഈസ് ടൈം ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഇൻജസ്റ്റിസ് ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു ഫൈറ്റ് ഫോർ യുവർ ഫ്രീഡം. ഇതാണ് ഈ കവിത ഏറ്റവും സിമ്പിൾ ആയിട്ട്. ഇനി നമ്മൾ ഈ കവിതയുടെ അപ്രിസിയേഷൻ ഒന്ന് പഠിക്കാൻ പോവാണ്. നമുക്കറിയാം, ഏതൊരു അപ്രിസിയേഷന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫും 3ാമത്തെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാരഗ്രാഫും ആണ്. അതിന് നടുക്കുള്ള 2ാമത്തെ പാരഗ്രാഫ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലൈൻസ് എന്ത് ചെയ്യാന്നുള്ളതാണ്, എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു ഡെമോ എന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ തുടങ്ങാം. Blowing in the Wind is a song by the American singer and songwriter Bob Dylan. ശരി, it is considered to be a protest song. ഇതൊരു പ്രൊട്ടസ്റ്റ് സോങ് ആണ്, പ്രതിഷേധ ഗാനമാണ്.
against human rights violation. മനുഷ്യ അവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റ് സോങ് ആണ്. War and violence destroy peaceful life. ഇത് നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്ന ജനറൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. എന്താ പറയുന്നത്? War and violence അല്ലെ, വാറും വയലൻസും ഡിസ്ട്രോയ് പീസ്ഫുൾ ലൈഫ്, സമാധാനപരമായ ഒരു ജീവിതത്തെ തകർക്കുന്നു. ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആൻഡ് ഇൻജസ്റ്റിസ് ഹാപ്പൻ എവ്രിവെയർ. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനും ഇൻജസ്റ്റിസും എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നുണ്ട്. പീപ്പിൾ ഷുഡ് യുണൈറ്റ് അഗെയിൻസ്റ്റ് ദ ഇൻജസ്റ്റിസ്. ഈ ഇൻജസ്റ്റിസിനെതിരെ, ഈ അനീതിക്കെതിരെ മനുഷ്യന്മാരാ യുണൈറ്റ് ചെയ്യണമെന്നാണ് ബോബ് ഡിലൻ ആവശ്യപ്പെടുന്നത്. ഓപ്പൺ ദർ ഐസ് ആൻഡ് ഇയേഴ്സ് ടു സീ and hear the sufferings of the fellow beings. അവരുടെ കണ്ണുകൾ തുറന്നു വെക്കണം, കാതുകൾ കൂർപ്പിച്ചു വെക്കണം. എന്തിനാ? To see and hear the sufferings of the fellow beings and fight for their rights. Fight for their rights. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം. These are the messages and themes of the song. ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഈ പോത്തിന് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലൈൻസ് ഏതാണോ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആദ്യത്തെ 2 സ്റ്റാൻസയാണ് തന്നെങ്കിൽ ആ 2 സ്റ്റാൻസാസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം 3ാമത്തെ പാരഗ്രാഫിലാണ് നിങ്ങൾക്കറിയാം ഏത് സ്റ്റാൻസ് തന്നാലും അതിൽ ചോദ്യങ്ങളല്ലേ ഉണ്ടാവുക, ക്വസ്റ്റ്യൻസ് അല്ലേ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എഴുതിക്കൊള്ളാം, all these questions are example for rhetorical questions. ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസിന് എക്സാമ്പിൾ ആണ്. The poet says that the answers to them are known to all. ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ ചുറ്റുമുണ്ട്. And are blowing in the wind by repeating the lines in regular intervals. ഈ ലൈൻസ് അദ്ദേഹം 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റെഗുലർ ഇന്റർവെൽസിൽ ഓരോ 6 വരി കഴിയുമ്പോഴും അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. This kind of repetition of lines is a best example for the poetic device refrain. So rhetorical question നമ്മൾ മെൻഷൻ ചെയ്തു, refrain മെൻഷൻ ചെയ്തു. ഇത് നിർബന്ധമായിട്ടും ഏത് സ്റ്റാൻസ് തന്നാലും നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇനി നോക്കൂ, the oppressive rulers are compared to mountains. oppressive rulersനെ മൗണ്ടെയിൻസുമായിട്ടും ആളുകളുടെ പീപ്പിൾസ് പ്രൊട്ടസ്റ്റിനെ സീസുമായിട്ടും കമ്പയർ ചെയ്തു. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ, അല്ലെങ്കിൽ മെറ്റഫോറിക്കൽ കമ്പാരിസൺ എക്സാമ്പിൾ ആണ് ആ പറഞ്ഞത്. ഇത് 2ാമത്തെ സ്റ്റാൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി നോക്കൂ, the song also employs a number of symbols. ഒരുപാട് സിംബൽസ് ഈ കവിതയില്, ഈ സോങ്ങില് ബോബ് ഡിലൻ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ സിംബൽസ്? ഒന്ന് ഓർമ്മിച്ച് നോക്കിയടാ. റോഡ്സ് ഉണ്ട്, വൈറ്റ് ഡോവ് ഉണ്ട്, കാനൺ ബോൾസ് ഉണ്ട്. ഇതൊക്കെ സിംബൽസ് ആണ്. മൗണ്ടെയിൻ, സീസ്, സ്കൈ, ഇതൊക്കെ സിമ്പിൾ ആണ്. There are many examples for alliteration. ഈ കവിതയിൽ അലിട്രേഷൻ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. ഏതൊക്കെയാണ് അലിട്രേഷൻ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, how many roads must a man walk down. 1ാമത്തെ വരി സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി അതുപോലെ അലിട്രേഷൻ നിങ്ങൾക്ക് എത്രാമത്തെ സ്റ്റാൻസിൽ കാണാം? നിങ്ങൾക്ക് 3ാമത്തെ സ്റ്റാൻസിൽ കാണാം അല്ലെ? യെസ്, how many times must a man look up. How many times must a man look up. സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ അലിട്രേഷനിലെ എക്സാമ്പിൾ ആണ്. ഇനി നോക്കൂ, there is an auditory image in the expression people cry. people cry എന്നുള്ള എക്സ്പ്രഷനിൽ auditory image ഉണ്ട്. white dove, cannonballs, mountains, seas, etc. are example for visual image. So ആദ്യത്തെ സ്റ്റാൻസ് ആണ് തന്നെങ്കിൽ അതിൽ വിഷ്വൽ ഇമേജ് ഉണ്ട്, അതിൽ റെഫറൈൻ ഉണ്ട്, റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്, അലിറ്ററേഷൻ ഉണ്ട്. ഇത് 4 ഉണ്ടെന്ന് ഓർമ്മിച്ച് വെക്കുക ആദ്യത്തെ 2 സ്റ്റാൻസ് ആണെങ്കിൽ. ഓക്കെ, ഇനി ഇൻ ഷോർട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് ഈ കവിതയെ കുറിച്ചുള്ള എന്റെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെയും അഭിപ്രായമാവാം. എങ്ങനെയാണ്? ഇൻ ഷോർട്ട്, through this song, ഈ സോങ്ങിലൂടെ ബോബ് ഡിലൻ ഹാസ് ബീൻ ഏബിൾ, ബോബ് ഡിലന് സാധിച്ചു എന്തിനാ? to awaken people from their sleep. ആളുകളെ അവരുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ, and to urge them, പ്രേരിപ്പിക്കാൻ, to fight for their rights. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ, അവരെ പ്രേരിപ്പിക്കാൻ ഈ കവിതയ്ക്ക് സാധിച്ചു എന്നുള്ളൊരു കോമന്റ് കൂടി നമ്മൾ ഇതിന് അവസാനം പറയുന്നു. സോ ഇതോടുകൂടി ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞ കവിത വിത്ത് എക്സ്പ്ലനേഷൻ ആൻഡ് അപ്രിസിയേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഗംഭീരമായി പഠിക്കുക. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. പറഞ്ഞത് മറന്നു പോകരുത്, നിങ്ങൾക്ക് നമ്മുടെ Xylem SSLC യൂട്യൂബ് ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഈ 5 പോംസിന്റെയും വീഡിയോസ് നിങ്ങൾക്ക് കാണാം. പരമാവധി പരീക്ഷയ്ക്ക് മുമ്പ് അത് ഒരു തവണയെങ്കിലും കാണുക, പഠിക്കുക. ഓക്കെ, ശരി. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നാളെ രാത്രി 7 മണിക്കുള്ള ലൈവ്, ഇംഗ്ലീഷ് ലൈവ് കാണാൻ മറന്നു പോകരുത്. സോ ഐ വിൽ സീ യു ദർ. ബൈ.